അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഫീച്ചറാണ് എഐ ഓട്ടോ ക്യാപ്ഷൻസ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ നമ്മുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്യാപ്ഷൻസ് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഓട്ടോ ക്യാപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലാംഗ്വേജ് ഒരുപാട് ലാംഗ്വേജസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ജനറേറ്റ് എന്ന് പറയുന്നൊരു ബട്ടനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മുടെ ക്യാപ്ഷൻ നമുക്കിവിടെ ജനറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മുടെ ഓഡിയോയ്ക്ക് അനുസരിച്ചുള്ള ക്യാപ്ഷൻസ് നമുക്കിവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ ക്യാപ്ഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാപ്ഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ഫസ്റ്റ് ബേസിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ മാറ്റാം. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് കൂട്ടാം, കുറയ്ക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ അപ്ലൈ ടു ആൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ടെക്സ്റ്റിനും ഒരേ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റിന് മാത്രം കളർ ചേഞ്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കാണുന്ന ഈ ഒരു ക്യാപ്ഷനിൽ മാത്രം എനിക്ക് കളർ ചേഞ്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ടു ആൾ എന്ന് പറയുന്നത് അൺചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കളർ ഒരു ഗ്രീൻ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ ഗ്രീനായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് AI ക്യാപ്ഷൻ ആനിമേഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. മിസ്റ്റർ ബീസ്റ്റ് ടൈപ്പിലുള്ള ക്യാപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്യാപ്ഷൻസ് സ്റ്റൈൽസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബബിൾസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റൈലിലൊക്കെ നമ്മുടെ ക്യാപ്ഷൻസ് വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എഫക്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് 3D ആക്കാനുള്ള എഫക്ട്സുകൾ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു 3D ടെക്സ്റ്റ് സ്റ്റൈലിലേക്ക് മാറുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫീച്ചറാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാനൊരു വീഡിയോ നമ്മുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ റിമൂവ് BG എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ബേസിക്കിനടുത്ത് തന്നെ റിമൂവ് BG എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഓട്ടോ റിമൂവൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്ട്രോക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ സ്ട്രോക്ക് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് നണ്ണ് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഈ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ടോപ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. വെച്ചതിന് ശേഷം നമ്മുടെ ബോട്ടം വീഡിയോ ലെയറിൽ വന്നിട്ട് ഓട്ടോ റിമൂവൽ എന്ന് പറയുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവലിൻ്റെ ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ടെക്സ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ടെക്സ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നു. അതുപോലെ തന്നെ കളർ ജസ്റ്റ് ഒന്ന് യെല്ലോ ആക്കി കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിയതിന് ശേഷം ഈ ടെക്സ്റ്റ് ലെയർ ഞാൻ ഈ രണ്ട് വീഡിയോയുടെ മിഡിലായിട്ട് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ സബ്ജക്റ്റിന് ബാക്കിലേക്ക് ഇത് നമ്മൾ അഡോബ് ആഫ്റ്റർ എഫക്ട്സ് കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് സബ്ജക്റ്റിൻ്റെ ബാക്കിലേക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. സോ ഇത് യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഇതുപോലുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഫീച്ചറാണ് ഫിൽറ്റേഴ്സ് ആൻഡ് എഫക്ട്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ CapCutലെ ടൈം ലൈനിലേക്ക് ഒരു 3 വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ടോപ്പിൽ ഫിൽറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരുപാട് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോസ് നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ ഈ ഓറഞ്ച് ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു ഫിൽറ്റർ നമ്മുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒറ്റ ക്ലിക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഈ ഫിൽറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിലേക്ക് പോയത് ഇവിടെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇത് യൂസ് ചെയ്ത് നമ്മുടെ ഫിൽറ്ററിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോസ് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാവുന്നതാണ്.
നമുക്കിവിടെ ട്രാൻസിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് ട്രാൻസിഷൻസ് കാര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ഗ്ലെയർ എന്ന് പറഞ്ഞൊരു ട്രാൻസിഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇതേ ഈ ഒരു വീഡിയോയുടെ ഇടയിലേക്ക് ഞാൻ ദേ ഈ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ഒരു ഗ്ലെയർ പോലെ ഒരു ട്രാൻസിഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ബ്ലർ, പുൾ ഇൻ, പുൾ ഔട്ട്, അങ്ങനെ ഒരുപാട് ട്രാൻസിഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഇത് ജസ്റ്റ് പുള്ളിൻ എന്ന് പറഞ്ഞ ഈ ഒരു ട്രാൻസിഷൻ ഇവിടേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസിഷൻ്റെ ഡ്യൂറേഷൻ നമുക്കിവിടെ കൂട്ടാം, കുറയ്ക്കാം. അത് ജസ്റ്റ് അവിടെ ട്രാൻസിഷൻ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ട്രാൻസിഷൻ്റെ ഡ്യൂറേഷൻ കൂട്ടാവുന്നതാണ്. ദേ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം, കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരുപാട് ട്രാൻസിഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോസ് നമുക്ക് സെറ്റായിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ടാബ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ വീഡിയോ എഫക്ട്സ് ആൻഡ് ബോഡി എഫക്ട്സ് എന്ന് പറഞ്ഞ ഒരുപാട് എഫക്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ബ്ലർ, എനിക്ക് വീഡിയോ ജസ്റ്റ് ബ്ലർ ആക്കണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് അവിടെ വീഡിയോയിലേക്ക് ഡ്രാഗ് ചെയ്തിടുമ്പോഴത്തേക്കും കണ്ടില്ലേ, വീഡിയോ ബ്ലറായിട്ട് മാറുന്നതായിരിക്കും. നമുക്ക് ബ്ലറിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാം, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ജസ്റ്റ് ഒരു ഷേക്ക് എഫക്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഷേക്ക് എഫക്റ്റ് ഞാൻ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ. ഈ ഷേക്കിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ഈ റൈറ്റ് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, കണ്ടില്ലേ. ഓക്കെ, അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് എഫക്ട്സ് കാര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഇവിടെ നമുക്ക് സ്റ്റിക്കർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ, ഒരു ടാബ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ എഡിറ്റിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബ് ബട്ടൺ, അതുപോലെ തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോസ് നമുക്ക് കുറച്ചുകൂടെ കളർഫുൾ ആക്കാവുന്നതാണ്, കണ്ടില്ലേ. ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്കെയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോസ് നമുക്ക് സെറ്റാക്കാവുന്നതാണ്. സ്റ്റിക്കേഴ്സിൽ തന്നെ നമുക്കിവിടെ ട്രെൻഡിങ്, ഐക്കൺസ്, ഇമോജി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ തന്നെ ഇമോജി നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇമോജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മൂഡ്, സെയിൽ, വിൻ്റർ. സോ ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോസ് നമുക്ക് സെറ്റായിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ വീഡിയോ എഡിറ്റിങ്ങിന് ഈ ഒരു ഫീച്ചേഴ്സൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതൊക്കെ യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.